കുറച്ചു ദൂരമൊക്കെ നടക്കുമ്പോഴേക്കും സന്ധ്യകളിലൊക്കെ വരുന്ന വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈകാലിലൊക്കെ വല്ലാത്ത തരിപ്പ്, അല്ലെങ്കിൽ ഒരു തരം മരവിപ്പ്, ശരീരത്തിലൊക്കെ കാണുന്ന നീർക്കെട്ട്, ഇതൊക്കെ ഇന്ന് പലരെ അലട്ടുന്ന പ്രശ്നമാണ്. ഇത് പ്രായമായവർക്ക് മാത്രമല്ല, ഇന്ന് യുവാക്കളിലും ഇത് സാധാരണമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ കാൽസ്യത്തിന്റെ കുറവും വാദസംബന്ധമായിട്ടുള്ള ദോഷങ്ങളുമാകാം. എന്നാൽ നമുക്ക് നമ്മളുടെ അടുക്കളയിലൊക്കെ ഉള്ള ഒരു 3 സീഡ്സ് കൃത്യമായ അളവിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാം. വെറും ഒരു 21 ദിവസമൊക്കെ കൊണ്ട് നമുക്ക് മാറ്റം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഈ കൂട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഇതിന് പ്രധാനമായിട്ടും വേണ്ടുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നോക്കാം. അതായത് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് വെളുത്ത എള്ളാണ്. ഇത് കാൽസ്യത്തിന്റെയൊക്കെ ഒരു കലവറയാണ്. പാലിനേക്കാൾ 10 ഇരട്ടി കാൽസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെയൊക്കെ തേയ്മാനം തടയാനും പിന്നെ എല്ലുകൾക്കൊക്കെ ഒരു ബലം നൽകാനും ഒക്കെ ഇത് അത്യാവശ്യമാണ്. രണ്ടാമത് പറയുന്ന ഉലുവ. വാദശമനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഉലുവ. നമ്മളെ ശരീരത്തിലേക്ക് നീർക്കെട്ടും പിന്നെ സന്ധികളിലേക്ക് വീക്കം ഒക്കെ കുറയ്ക്കാനായിട്ട് ഉലുവയിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ സഹായിക്കും. പിന്നെ മൂന്നാമത് വേണ്ടത് ചിയാ സീഡ്സ് ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന omega-3 ഫാറ്റി ആസിഡുകൾ നമ്മളെ സന്ധികളിലേക്ക് ലൂബ്രിക്കേഷൻ വർദ്ധിപ്പിക്കുകയും പിന്നെ ഞരമ്പുകൾക്കൊക്കെ ഉണ്ടാവുന്ന തരിപ്പും മരവിപ്പും ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന്റെ അളവ് വളരെ പ്രധാനമാണ്. നമ്മൾ 1 ഗ്ലാസ് ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. കൂടെ 1 ടീസ്പൂൺ വെളുത്ത എള്ള് ചേർക്കുക. അവസാനമായിട്ട് 1 ടീസ്പൂൺ ചിയാ സീഡ് കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം രാത്രി മുഴുവൻ ഇത് കുതിർക്കാൻ വയ്ക്കുക. എന്തിനാണ് ഇത് കുതിർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിത്തുകൾ കുതിർക്കുമ്പോഴത്തേക്ക് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റി ആസിഡുകൾ നീക്കം ചെയ്യപ്പെടുകയും പിന്നെ ഇതിന്റെ പോഷകങ്ങൾ ശരീരം പെട്ടെന്ന് ആഗിരണം ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചിയാ സീഡ് കുതിർത്ത് മാത്രമേ കഴിക്കാവൂ. ഇല്ലെങ്കിൽ ഇത് തൊണ്ടയിലൊക്കെ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. വയറ്റിൽ ചെന്നാൽ ഇത് വെള്ളം ആഗിരണം ചെയ്തിട്ട് വീർക്കും. അങ്ങനെ ഇത് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഇത് വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക. അതിനുശേഷം നമ്മൾ താഴെ അടിഞ്ഞു കിടക്കുന്ന വിത്തുകൾ നന്നായിട്ട് ചവച്ചരിച്ച് കഴിക്കുക. ചിയാ സീഡ് ഒരു ജെൽ രൂപത്തിലൊക്കെ ആയി കിടക്കുന്നതുകൊണ്ട് ഇത് കഴിക്കാൻ വളരെ എളുപ്പമാണ്. ഉലുവയുടെ കയ്പ് ഇഷ്ടമില്ലാത്തവർ ഇത് രാത്രി കുതിർത്ത് വെച്ചിട്ട് രാവിലെ ആ വെള്ളം മാത്രം അരിച്ചെടുത്തിട്ട് നേരിയ രീതിയിൽ ചൂടാക്കിയിട്ട് ഒരു ചായ പോലെയൊക്കെ കുടിക്കാവുന്നതാണ്. എന്നാൽ ഇത് ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു 21 ദിവസമൊക്കെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളെ കൈകാലുകളിലേക്ക് തരിപ്പും വേദനയൊക്കെ മാറുന്നത് നിങ്ങൾക്ക് സ്വയമായിട്ട് അനുഭവപ്പെടും. ഗർഭിണികൾ പിന്നെ കടുത്ത ആരോഗ്യ പ്രശ്നമുള്ളവരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവൂ. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ടിപ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.